രമേശ് ചെന്നിത്തലയുടെ ഒരു ഭാവനയില് കേരളം എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ളത്. അതെ അതെ, അതായത് മുഖ്യമന്ത്രി കസേര ആർക്കാണ് എന്നിവരുടെയൊക്കെ, അതായത് കെ സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, വി ഡി സതീശനുണ്ട്, അതുപോലെ കെ.സി. വേണുഗോപാലുണ്ട്. 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് വലിയ മറ്റാരുണ്ട് എന്ന് ചോദിച്ച LDF ഇപ്പൊ നിരന്തരമായി നമുക്ക് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ശേഷം കറണ്ട് പോകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ലോഡ് കൂടുന്ന സമയങ്ങളിൽ സ്ഥിരമായിട്ട് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പറയാതെ പറയുന്ന ഒരു പവർ കട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ LDF കാത്തിരുന്നു. അതിനുശേഷം LDFന് മാറ്റം വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ പവർ കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കറണ്ട് പോകുമ്പം ഇവർ പറയുന്നത്, അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അത് ഡ്രിപ്പാണ് അല്ലെങ്കിൽ ഡ്രിപ്പായതാണ് എന്നത്. അപ്പൊ സ്ഥിരം ഈ ഒരു ടൈം വെച്ചിട്ട് ഡ്രിപ്പ് ആക്കാൻ വേണ്ടി ഇരിക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. ഇറങ്ങുന്നതിന് മുൻപ് മുച്ചൂടും മുടിച്ചു പോകാം എന്നൊരു ആശയത്തിലേക്കാണോ ഇപ്പോൾ LDF എത്തിയിരിക്കുന്നത്? രേഷ്മ, ഇലക്ഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ടിനായി നമ്മൾ കാത്തിരിക്കുകയാണ് അല്ലേ? വോട്ടെണ്ണൽ ആ ഒരു ദിവസത്തിലേക്കാണ്, മെയ് 4 നമ്മളുടെ എല്ലാവരുടെയും ഇപ്പോൾ ആ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ഷന് മുൻപ് UDFും LDFും BJPയും ഒക്കെ തകർത്ത് ഓരോ വോട്ടും നേടിയെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു പൊതുവെയുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു സർവേ റിസൾട്ട് ഫലമൊക്കെ പറയുന്നത് UDFനായിരിക്കും ഒരുപക്ഷെ മുൻതൂക്കം, UDF തൂത്തുവാരും എന്നൊരു പക്ഷമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും UDFന് വലിയ ശുഭപ്രതീക്ഷയാണ് ഈ ഒരു സമയത്ത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് UDFനകത്ത് ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ആര് മുഖ്യമന്ത്രിയാവും, മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ഒരു വടംവലി നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുന്നത്, രഹസ്യമായ പരസ്യം എന്ന് പറയുന്നത് പോലെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന രീതിയിൽ കസേരയുടെ കാലിലാണ് ഇപ്പോൾ എല്ലാവരുടെയും പിടുത്തം. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് ഇപ്പോൾ ഒരു പുതിയ കാര്യം വന്നിരിക്കുന്നത്. രമേശ് ചെന്നിത്തല ഒരു കേരള യാത്ര നടത്താൻ പോകുന്നു എന്നുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞു, ഇലക്ഷന് മുമ്പുള്ള ആ ഒരു പ്രചാരണ സമയത്തൊക്കെ യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ട് എല്ലാവരും. അതെല്ലാം കഴിഞ്ഞ് റിസൾട്ട് വരാറായ സമയത്ത് എന്തിനായിരിക്കും ഈ ഒരു കേരള യാത്രയിലേക്ക് രമേശ് ചെന്നിത്തല പോകുന്നത് എന്നാണ് ഒരു ചോദ്യം വരുന്നത്. എല്ലാവരും പരിഹസിക്കുന്നുമുണ്ട്. ഇനി രമേശ് ചെന്നിത്തലയ്ക്ക് എന്തിനാണാവോ ഒരു യാത്ര? ഇനി ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ജനങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്ത് വോട്ട് ചോദിക്കാനല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ ഒരു യാത്ര എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഒരു കേരള യാത്രയെ പറ്റി പറയാനുള്ളത്? സത്യത്തിൽ ഈ കേരള യാത്ര എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ജാഥ പോലുള്ള ഒരു യാത്രയല്ല. അതെ, അങ്ങനെ ഒരു യാത്രയേ അല്ല. ഇതൊരു പോഡ്കാസ്റ്റ് പരിപാടിയാണ്. മാത്രമല്ല KC വേണുഗോപാലും അതുപോലെ തന്നെ VD സതീശന്റെ ഒക്കെ ഡോക്യുമെന്ററി ഇതിനോടകം തന്നെ വരാനിരിക്കുന്നുണ്ട്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയപ്രതീക്ഷയുണ്ട്. അപ്പോൾ അവിടുത്തെ പ്രമുഖ നേതാക്കന്മാരുടെ ഡോക്യുമെന്ററികളും വീഡിയോകളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ, ഒരു കേരള യാത്ര എന്ന് പറയുന്ന ഒരു വീഡിയോ പുറത്തിറങ്ങുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ പാർട്ടിയിൽ ഉണ്ടായിരുന്നു. കാരണം ചില നേതാക്കൾ വന്നിട്ട് ഇതിനെ പരസ്യമായിട്ട് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു. അത് കോൺഗ്രസിലെ തന്നെ നേതാക്കൾ ഇത് ഒരു ആയുധമാക്കിക്കൊണ്ട് CPM BJP ഒക്കെ ഉയർത്തി കാണിച്ച് വലിയ ചർച്ചയൊക്കെ ആക്കുന്നു. അതായത് ഇതിന്റെ പ്രമോ വന്നപ്പോൾ തന്നെ, അതെ, ഇതിന്റെ പ്രമോ വന്നപ്പോൾ. പക്ഷേ ഇതിന്റെ ഒരു യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കാൽനട യാത്രയല്ല. പകരം ഇത് കോൺഗ്രസ് എന്തൊക്കെയാണ് കേരളത്തിൽ ചെയ്തിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ള രീതിയിലുള്ള രമേശ് ചെന്നിത്തലയുടെ ഒരു ഭാവനയില് കേരളം എന്തൊക്കെയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ളത്. അതെ അതെ. അപ്പോൾ അതെങ്ങനെയൊക്കെ ആയിരിക്കാം എന്നുള്ള രീതിയിൽ അദ്ദേഹം അതിനെ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളാണ് ആ പോഡ്കാസ്റ്റിലൂടെ പുറത്തുവിടുന്നത്. അതായത് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അപ്പം ആ ഒരു വീഡിയോ ആണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെയാണ് നിരവധി പേര് രംഗത്തെത്തുന്നത്. ഒരു കാര്യം അതുമായി സംബന്ധിച്ച് ചോദിച്ചോട്ടെ. അപ്പോൾ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങി എന്ന് പറഞ്ഞല്ലോ, അതിനെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പല വിമർശനങ്ങളും വന്നു എന്നും പറഞ്ഞു. ഈ ഒരു വീഡിയോ ഇറങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ അകത്തൊരു ചട്ടക്കൂടില്ല എന്നാണോ അപ്പോൾ മനസ്സിലാക്കേണ്ടത്? ഒരു വീഡിയോ ഇറങ്ങുന്നു, രമേശ് ചെന്നിത്തല ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ഇറക്കുന്നുണ്ട് എന്നറിയാതെയാണോ ഈ നേതാക്കൾ അപ്പോൾ വന്ന് വിമർശിച്ചതും പരിഹസിച്ചതും ഒക്കെ? അതായത് രമേശ് ചെന്നിത്തല വളരെ രഹസ്യമായി സ്വന്തമായി എടുത്ത തീരുമാനത്തിന്റെ പുറത്താണോ ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കോൺഗ്രസ് അറിഞ്ഞില്ല എന്നാണോ അതിൻ്റെ അർത്ഥം? കോൺഗ്രസ് അറിഞ്ഞില്ല എന്നുള്ളതല്ല. ഇപ്പം ഒരു വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങളാണല്ലോ. ഇപ്പം KC വേണുഗോപാൽ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന, അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന, അതുപോലെ തന്നെ VD സതീശൻ മാധ്യമങ്ങളോട്, ഇതെല്ലാം ഇപ്പോൾ വന്നു കഴിയുമ്പോഴാണ് കുറച്ച് പേര് അറിയുന്നത്. ഇപ്പം മാധ്യമ പ്രവർത്തകരുടെയൊക്കെ ഈ VD സതീശൻ ചില സമയങ്ങളിൽ, അതായത് പത്രസമ്മേളനം ഒഴികെ ബാക്കിയുള്ള അല്ലാണ്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഇപ്പം അവരെ വിളിച്ച് പറഞ്ഞ് അനുമതി മേടിച്ചിട്ടൊന്നും അല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഡോക്യുമെന്ററി എന്ന് പറയുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തിനേറെ പറയുന്നത്,
നമ്മുടെ ഈ പുസ്തക പ്രകാശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് എഴുതുന്നത് പിന്നീടാണ് അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്തു വെച്ചിരിക്കുന്നത്, അതിൽ ഇപ്പോൾ ഒരു അനുമതി മേടിച്ച് ഞാൻ ഇങ്ങനെ ചെയ്യണം എന്നുള്ളതല്ല. അത് ഒരാളുടെ വ്യക്തിപരമായി. ഇപ്പം ഞാൻ എൻ്റെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു പോഡ്കാസ്റ്റ് വീഡിയോ ചെയ്യുന്നതിനോട് എനിക്ക് ഇപ്പോൾ എല്ലാവരുടെയും പെർമിഷൻ ചോദിക്കണമെന്നില്ലല്ലോ. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടില്, അതായത് മറ്റുള്ള നേതാക്കളെയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെ വിമർശിച്ചോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളല്ല, അദ്ദേഹം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രീതിയിൽ കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ UDF ജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം അല്ലെങ്കിൽ അത്തരം രീതിയിലേക്ക് കണക്ക് കൂട്ടുന്ന രീതിയാണ്. രമേശ് ചെന്നിത്തലയുടെ ഭാവനയിൽ അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിൽ കേരളം എങ്ങനെ മാറണം ആ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിന്റെ ഉദ്ദേശം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാൻ വരികയാണെങ്കിൽ എന്നാണോ? അതായത് അതാണോ രമേശ് ചെന്നിത്തല? തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ പറയാതിരിക്കാൻ പറ്റില്ല. അതായത് മുഖ്യമന്ത്രി കസേര ആർക്കാണ് എന്ന് ഇവരുടെയൊക്കെ, അതായത് KS സുധാകരനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, അതുപോലെ KC വേണുഗോപാലുണ്ട്. അപ്പൊ KC സംബന്ധിച്ചിടത്തോളം കേന്ദ്രം, അതായത് AICC ജനറൽ സെക്രട്ടറി ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടെങ്കിൽ തന്നെയും ഈ താഴെ, അതായത് ഈ രമേശ് ചെന്നിത്തലയും സുധാകരനും അതുപോലെ തന്നെ VD സതീശനെ, സുധാകരനെ നമുക്ക് പിന്നെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയും VD സതീശനും മുഖ്യമന്ത്രിയാകാം എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ ഒരു പറ്റം ആളുകൾ KCക്കൊപ്പം നിൽക്കുന്നുണ്ട്, ഒരു പറ്റം ആളുകൾ VDക്കൊപ്പം നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു രീതിയിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ എന്തായാലും ഈ പറയുന്ന നേതാക്കൾക്ക് കാണുമല്ലോ. പക്ഷെ അവർ പറയുന്ന ഒരു കാര്യം, ഹൈക്കമാൻഡ് എന്ത് തീരുമാനിക്കുന്നോ അതിനൊപ്പം ആണ് എന്നുള്ളതാണ്. പക്ഷെ അവർ ഈ ഹൈക്കമാൻഡിന് എന്റെ ശ്രദ്ധ ആകർഷിക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു അതെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് അതിനെ പറയാൻ കഴിയും. കാരണം അല്ലെങ്കിൽ ഇത്തരം ഒരു വീഡിയോ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ഇത്രയും നാള് കോൺഗ്രസിന്റെ നേതാവായിരുന്നു, മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കെ അത്രയും നാളുകളിൽ അദ്ദേഹം ഈ ഒരു ഐഡിയോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള ഒരു വീഡിയോ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ ഞാൻ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളൊരു സൂചന നൽകുന്നതായിരിക്കാം, എന്നെ കൂടി പരിഗണിക്കണം. അതെ, അങ്ങനെ ഒരു സൂചന നൽകുന്നതായിരിക്കാം. നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. കാരണം ഈ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചർച്ച മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പേ ഈ കോൺഗ്രസിൽ നടന്നിട്ടുണ്ട്. അത് അവരുടെ ഒരു വിജയപ്രതീക്ഷ കൊണ്ടാണ്. എങ്കിൽ പോലും അപ്പൊ അത്തരം നീക്കങ്ങൾ നടക്കുമ്പോൾ എല്ലാവർക്കും കാണുമല്ലോ ഒരു താല്പര്യം. ഇപ്പൊ VD സതീശൻ പൊതുവെ ഹൈക്കമാൻഡ് പറയുന്നു അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്, ഒരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ട്. നമ്മൾ കണ്ടതാണ് ഈ രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ സുധാകരനും ഒക്കെ KCനെ പിന്തുണച്ചത്. KC മുഖ്യമന്ത്രിയായ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം VD സതീശന്റെ അങ്ങോട്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്തില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ചെറിയ രീതിയിൽ മനസ്സിലാകാൻ ചിലപ്പോൾ താല്പര്യമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ഈ പറയുന്നത് പോലെ തന്നെ കോൺഗ്രസിന് അകത്ത് എപ്പോഴും ഒരു അടിപിടി ഉണ്ട് എന്നുള്ളത് മാറ്റി നിർത്താൻ വേണ്ടിയായിരിക്കാം എല്ലാവരും ഒരേ സ്വരത്തിൽ ഹൈക്കമാൻഡ് പറയുന്നത് നമ്മൾ കേൾക്കാം എന്ന് പറയുന്നത്. പക്ഷെ അതിനുപരി ഇവർക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി കേൾക്കാം എന്ന് പറയുമ്പോഴും ഹൈക്കമാൻഡ് എന്നെ പരിഗണിക്കണം എന്നൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതെ അതെ, അതുകൊണ്ടാണല്ലോ അവർക്കൊരു ആഗ്രഹമുണ്ട്. അപ്പൊ ആ ആഗ്രഹം എങ്ങനെയെങ്കിലും അടിയിട്ട് തെളിയിക്കാൻ പറ്റില്ല. കാരണം അടിയിട്ട് തെളിയിച്ചാൽ ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ട് കൊണ്ടുവന്നത് പോകത്തില്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ നിന്നാൽ നല്ലതാകും എന്ന ഒരു സൂചന കൊടുക്കുന്നതാണ്. ഇനിയിപ്പം VD സതീശന്റെ കുറച്ച് ഡോക്യുമെന്ററി വരാനുണ്ട്, KC വേണുഗോപാലിന്റെ ഉണ്ട്. എന്തായാലും ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന അനുസരിച്ചായിരിക്കും മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന് തീരുമാനിക്കുക. പക്ഷെ ഇത്തരം രീതിയിലുള്ള പോഡ്കാസ്റ്റ് വീഡിയോകളും ഡോക്യുമെന്ററികളും ഒക്കെ ഇറക്കുന്നതിലൂടെ ഒരുപക്ഷെ ഹൈക്കമാൻഡിനെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ വിജയപ്രതീക്ഷ ഏറെയുള്ളത് കൊണ്ടാണല്ലോ ഇത്തരം അടിപിടികളും കടിപിടികളും ഒക്കെ അതിനകത്ത് നടക്കുന്നത്. അപ്പോൾ തിരിച്ച് LDFന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ LDF വളരെ ദയനീയമായി പരാജയപ്പെടുമെന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. നമുക്കറിയില്ല, റിസൾട്ട് വന്നു കഴിയുമ്പോഴേ വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. എന്നാലും അങ്ങനത്തെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടൊരു റീൽ എന്ന് പറയുന്നത് 10 വർഷം പവർ കട്ടില്ലാത്ത 10 വർഷം എന്ന് വലിയ മറ്റാരുണ്ട് എന്ന് ചോദിച്ച LDF ഇപ്പൊ നിരന്തരമായി നമുക്ക് എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ശേഷം കറണ്ട് പോകുന്നുണ്ട്. രാത്രി സമയങ്ങളിൽ ലോഡ് കൂടുന്ന സമയങ്ങളിൽ സ്ഥിരമായിട്ട് കറണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പറയാതെ പറയുന്ന ഒരു പവർ കട്ടാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു ഇലക്ഷൻ കഴിയുന്നത് വരെ LDF കാത്തിരുന്നു. അതിനുശേഷം
LDF മാറ്റം വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു മാറ്റം LDF വരും, അല്ലെങ്കിൽ LDF വന്നു കഴിഞ്ഞാൽ ഇനിയും വലിയ പണികൾ ജനങ്ങൾക്ക് കിട്ടും എന്നുള്ളത് കൊണ്ടാണോ ആ സർവേ ഫലം LDF ജനങ്ങൾ വോട്ട് ചെയ്യുന്നു? അങ്ങനെയൊക്കെ വരുന്നത് എത്രമാത്രം ഈ UDF അനുകൂലമായി മാറിയിട്ടുണ്ട്? അതായത് വിദ്യ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പവർ കട്ടിന്റെ കാര്യം. അവിടെ വെച്ച് തുടങ്ങാം. അതായത് ഈ പവർ കട്ട് എന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം കറണ്ട് പോകുമ്പം ഇവർ പറയുന്നത്, അതായത് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞത് അത് ഡ്രിപ്പാണ് അല്ലെങ്കിൽ ഡ്രിപ്പായതാണ് എന്നത്. അപ്പൊ സ്ഥിരം ഈ ഒരു ടൈം വെച്ചിട്ട് ഡ്രിപ്പാക്കാൻ വേണ്ടി ഇരിക്കുന്നതാണോ എന്നൊരു ചോദ്യമുണ്ട്. അതെന്തായാലും അങ്ങനെ തന്നെ പോവുകയാണ്. കാരണം ഇപ്പോൾ പവർ കട്ട് ഇല്ലാത്ത 10 വർഷങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിലും പവർ കട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം രീതികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പവർ കട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അതവിടെ നിൽക്കട്ടെ. അത് ഇപ്പോൾ ഡ്രിപ്പ് ആയതെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്തായാലും ആ ഒരു കാര്യം ഒരുപക്ഷെ ജനങ്ങൾക്ക് മനസ്സിലായിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പവർ കട്ട് ഇല്ലാത്ത 10 വർഷം എന്നൊക്കെ പറയുന്നത് ഇതിലൂടെ തന്നെ പൊള്ളയായിട്ടുള്ള കാര്യമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കാം. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് UDF എങ്ങനെ ബാധിക്കും എന്നതല്ല. UDF സംബന്ധിച്ചിടത്തോളം UDF വലിയ വിജയപ്രതീക്ഷയുണ്ട്. അപ്പം ഈ LDF ഇനി വലിയൊരു പ്രതീക്ഷയില്ല, ഒരു ആശങ്ക മാത്രമാണ് LDF നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എന്ത് ചെയ്തില്ലേലും അവർക്കൊരു പ്രശ്നമില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. ഇറങ്ങുന്നതിന് മുൻപ് മുച്ചൂടും മുടിച്ചു പോകാം എന്നൊരു ആശയത്തിലേക്കാണോ ഇപ്പോൾ LDF എത്തിയിരിക്കുന്നത്? അങ്ങനെ ഇല്ലാതില്ല, പക്ഷേ അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ കഴിയില്ല. അതായത് മുടിച്ചു പോകുക എന്നതല്ല, അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശങ്കയാണ്. അതായത് LDF ഇപ്പോൾ വലിയ രീതിയിലുള്ള മാധ്യമങ്ങളെ കാണുകയോ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ നടത്തുകയോ വലിയ വീരവാദം മുഴക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം അവരെ ഇപ്പോൾ കാണാൻ പോലും ഇല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും ഒരു കാര്യം പോലും പറയാൻ മുന്നിട്ടിറങ്ങുന്നില്ല. ആകെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് ചൂടുണ്ട്, അപ്പം വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള മുന്നറിയിപ്പുകളും നിർദ്ദേശങ്ങളും അല്ലാതെ ഈ ഇലക്ഷനെ പറ്റിയോ അല്ലെങ്കിൽ അതിന്റെ സർവേകളെ പറ്റിയുള്ള രീതികളൊന്നും ഇപ്പൊ അവര് സംസാരിക്കുന്നില്ല. മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റു ഒരു മന്ത്രിമാരോ അല്ലെങ്കിൽ MLA മാരോ ആരും തന്നെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നൊന്നുമില്ല. അപ്പൊ അവർക്കറിയാം ഇതിന്റെ ഒരു പ്രതിഫലനം എങ്ങനെയാണ്, എത്രത്തോളമാണെന്ന്. അത് UDF ബാധിച്ചിട്ടുണ്ട്. അതായത് ഈ LDF ആശങ്ക ഒരുപാട് പ്രതീക്ഷ നൽകുകയാണ് UDF. അപ്പൊ അത്തരം രീതിയിൽ UDF വലിയ രീതിയിൽ തന്നെ ഒരു പ്രതീക്ഷ വെക്കുന്നുണ്ട്.